പ്രോഡക്ട്സുകൾ എങ്ങനെ നിങ്ങൾ അതിന് സഹായിക്കും, ഈ പ്രോഡക്ട്സിലൂടെ എങ്ങനെ നമുക്കും നമ്മളുടെ ഫാമിലിക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എങ്ങനെ അവർക്ക് ഏറ്റവും നല്ല റിസൾട്ടുകൾ കിട്ടാനായിട്ട് സഹായിക്കാൻ പറ്റും, അവരുടെ ഹെൽത്തിനെ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കാൻ പറ്റും. ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ലാസ്റ്റ് മൊമെന്റ് വരെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രസൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൽനസിൽ നിന്നാണ്. എന്താണ് വെൽനസ്? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും കാണുന്നതുമായിട്ടുള്ള ഒരു വാക്കാണ് ഇന്ന് വെൽനസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് വെൽനസ്? നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം മാത്രമാണ് വെൽനസ് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം മാത്രം പോരാ. നമ്മളുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം, ശാരീരിക ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം നമ്മളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, നമ്മുടെ സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു സോഷ്യൽ ഹെൽത്ത്, നമ്മുടെ ഫിനാൻഷ്യൽ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വെൽബീയിങ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വെൽനസ് എന്ന് പറയുന്നത്. സോ അത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? അതൊരു ഓവർനൈറ്റിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഒരു എന്താ പറയാ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു 30 ദിവസം നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ വെൽനസ്? ഇതല്ല എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു? അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ, അല്ലെങ്കിൽ രോഗങ്ങൾ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അതിൽ മേജർ ആയിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ, നമ്മൾ കുടിക്കുന്ന വെള്ളമായിക്കോട്ടെ, ഇതെല്ലാം ഹൈലി കണ്ടാമിനേറ്റഡ് ആണ്. പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സും കെമിക്കൽസും, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് ഫോറിൻ മെറ്റീരിയൽസും നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എവരി ഡേ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ടും ശുദ്ധമല്ല. പലപ്പോഴും എന്താ പറയുക, നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ലാത്ത, പലപ്പോഴും നമ്മൾ ജസ്റ്റ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു വാട്ടർ മാത്രം പലപ്പോഴും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ഗുണങ്ങൾ അവിടെയും കിട്ടുന്നുണ്ടാവില്ല. ഇനി അടുത്ത ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വായു, നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഒരു വായു പോലും ശുദ്ധമല്ല. ആൻഡ് ഫൈനലി റേഡിയേഷൻ, ഭയങ്കരമായിട്ടുള്ള ഒരു റേഡിയേഷൻ പൂളിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാസ്റ്റർ ഏജിങ്ങിലാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ് നമുക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഒരു പ്രായം പറയാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റും. പക്ഷേ നമ്മളുടെ ശരീരത്തിന്റെയും നമ്മളുടെ ആന്തരിക അവയവങ്ങളുടെയും പ്രായം ഇതാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ ഒരു 35 ഇയേഴ്സോ 40 ഇയേഴ്സോ പ്രായമുള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള അവയവങ്ങൾ ചിലപ്പോൾ 60, 70, 80 വയസ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും ഫാസ്റ്റർ ആയിട്ടാണ് നമ്മളുടെ സെല്ലുകൾക്ക് ഡാമേജ് വന്നുകൊണ്ടിരിക്കുന്നത്. സെല്ലുലാർ ലെവലിൽ നമുക്ക് ഡാമേജ് വരുന്നു. നമ്മളുടെ ശരീരത്തിന്റെ പ്രായം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ടുള്ള കാലത്ത് ആളുകൾക്ക് 50ഉം 60ലും വന്നിരുന്ന അസുഖങ്ങൾ ഇന്ന് 25ലും 30ലും വരുന്നുണ്ട്. സ്വാഭാവികമാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഇന്ന് പല ആൾക്കാർക്കും അറ്റാക്ക് വരുന്നു? ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. കാരണം അവരുടെ ഹൃദയം വളരെ പെട്ടെന്ന് ഫാസ്റ്റ് എന്താണ് ഏജ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി, അപ്പൊ നമ്മളുടെ ഒരു ചേഞ്ച്, വെൽനസിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റിൽ സംഭവിക്കുന്ന ഒരു സംഭവമല്ല. ഒരുപാട് കാലത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് പോകണമെങ്കിലും നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അപ്പൊ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്? ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു പോർഷൻ ആണ് നമ്മളുടെ ഫുഡ്. നമ്മളുടെ ഫുഡിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞിട്ട് ഫുഡിലേക്ക് വരാം. ഒരു വ്യക്തിക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശരിയായ വ്യായാമം,
വ്യായാമം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കൺട്രോൾഡ് ലെവൽ ഓഫ് സ്ട്രെസ് ആണ്. സ്ട്രെസ് കൂടുതലായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമാണ്. അത് ഏത് തരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും, പ്രൊഫഷണൽ സ്ട്രെസ് ആവാം, ഫിനാൻഷ്യൽ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി പരമായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുള്ള സ്ട്രെസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സ്ട്രെസ് അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അതേപോലെ തന്നെ കൺട്രോൾഡ് സ്ട്രെസ്, വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു കൺട്രോൾഡ് സ്ട്രെസ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് എപ്പോഴും ഉപകാരപ്പെടും. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല എസെൻഷ്യൽ ന്യൂട്രിയൻസിനും ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കും. നിങ്ങൾക്ക് അസുഖമുണ്ടോ ഇല്ലയോ ഇതെല്ലാം മാറ്റി നിർത്തുക. അസുഖം വരാതെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും, ഒരു ദിവസം ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മുടെ ശരീരം ഒന്ന് ചൂടാവാനായിട്ട്, നമ്മുടെ ശരീരം ഒന്ന് വേർക്കാനായിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം, അത് യോഗയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എയറോബിക് ആയിട്ടുള്ള എക്സസൈസുകളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്ന് വേഗത്തിൽ കുറച്ച് ദൂരം നടക്കുന്നതാവാം, എന്തെങ്കിലും ഒന്ന് നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് വേണം. എസ്പെഷ്യലി ഇന്നത്തെ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകൾ 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ഇവിടെ ഭൂമിയിൽ നല്ല എന്താ പറയുക, ഇവിടെ ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതൊക്കെ ആഘോഷമാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ചെറിയ മാറ്റങ്ങളാണ് വലിയ ഡിഫറൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെറിയ ഡിസിഷൻ, ഒരു ചെറിയ മാറ്റം, അത് നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിയായ ഉറക്കം, വിശ്രമം. നമ്മുടെ ശരീരത്തിന് ഓവറായിട്ട് നമ്മൾ ഓവർ ആയിട്ട് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഉറക്കമുളച്ച് നമ്മൾ ജോലി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ട് ബാധിക്കും. നല്ല ഉറക്കം കിട്ടുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിങ് നടക്കുക. നമ്മുടെ പഴയ എന്താ പറയുക, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നശിച്ചു പോകുന്നുണ്ട്, പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഉള്ള കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള പുതിയ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ, ആ ഒരു പ്രോസസ്സ് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഉറക്കം കിട്ടണം, നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടണം. ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടാനായിട്ട് ഒരു സീക്രട്ട്, ഒരു സിമ്പിൾ സീക്രട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, ഏറ്റവും നല്ല ഉറക്കം കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രിയിലത്തെ ഭക്ഷണം നിങ്ങൾക്ക് എത്ര നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കഴിക്കണം. ഒന്ന് രാത്രിയിലത്തെ ഭക്ഷണം എത്ര നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കഴിക്കണം. ശരിക്കും പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ രാത്രി ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും നേരത്തെ കഴിക്കാം. രാത്രി ഭക്ഷണം എത്ര ലഘു, അതായത് ഏറ്റവും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണമാണെങ്കിൽ അത്രയും നല്ലത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ദഹിക്കാൻ പറ്റുന്ന, നമുക്കറിയാലോ വളരെ ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ എന്താ പറയുക, ഒരു രാത്രിയിൽ നമ്മളൊരു നല്ല കുഴിമന്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിലത്തെ അവസ്ഥ എന്താണ്? നേരം വെളുത്താലും ആ ഭക്ഷണം ദഹിച്ച് തീരുന്നുണ്ടാവില്ല. ദാറ്റ് മീൻസ് അന്നത്തെ ദിവസം നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കില്ല? റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കില്ല. കാരണം ശരീരം ആകെ പ്രവർത്തിക്കുന്നത് ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാവുന്ന ഭക്ഷണം രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് മിനിമം, ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി, നമുക്ക് ഏറ്റവും മിനിമം വേണ്ട ക്വാണ്ടിറ്റി നമ്മൾ കഴിച്ചാൽ മതി. രണ്ട്, ആ ഭക്ഷണം കഴിച്ച് ദഹിക്കാനുള്ള സമയം കൊടുത്തിട്ട് മാത്രം ഉറങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും സമയം കിട്ടണം. എങ്ങനെ? നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും ഇടയ്ക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജീവിത ശൈലികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നമുക്ക് റിക്കവറി വേണം, നമ്മൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം എന്നും സ്ട്രോങ് ആയിട്ടിരിക്കണം, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്, എന്നും നമുക്ക് ചെറുപ്പമായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു മാറ്റം, ഒന്ന് വ്യായാമം, രണ്ട് ശരിയായ ഉറക്കം, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഇതിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? നമ്മുടെ അന്തരീക്ഷത്തിൽ ഭയങ്കര പൊല്യൂഷൻ ആണ്, നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര റേഡിയേഷൻ ആണ്, നമുക്ക് അതിൽ നിന്ന് മാറി ചന്ദ്രനിൽ പോയിട്ട് ജീവിക്കാൻ പറ്റുമോ? അവിടെയും ഇപ്പൊ റേഡിയേഷൻ വരും ഇപ്പോഴത്തെ പോക്ക് പോവുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് അതും സാധ്യമല്ല. അപ്പൊ നമ്മുടെ കൺട്രോളിലുള്ള കാര്യം, വ്യായാമം നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്യാം.
നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം വെച്ച് ഒരു ടൈമിൽ ഭക്ഷണം കഴിച്ച് സമയത്ത് കിടന്നുറങ്ങണം എന്നുള്ളത്, ഒരു റെസ്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, മാനസിക ഉന്മേഷം കിട്ടാനും സ്ട്രെസ് കുറയാനും പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഭക്ഷണം. എത്ര മികച്ച, ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നല്ല കോഫി മേക്കിംഗ് മെഷീൻസ് ഉണ്ട്, നല്ല അടിപൊളി കോഫി ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ട്. ആ മെഷീനിൽ ഒരു സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും? നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി കോഫി ഉണ്ടാക്കി തരും. ഇല്ലേ, ശരിയല്ലേ? കഫേ കോഫി ഡേയുടെ ഒക്കെ നല്ല കോഫി മേക്കിംഗ് മെഷീൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കോഫി മേക്കിംഗ് മെഷീനിലേക്ക് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ കാപ്പിപ്പൊടിയും ലോക്കൽ മിൽക്ക് പൗഡറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉള്ള കോഫി കിട്ടുമോ? കോഫി മേക്കിംഗ് മെഷീനൊക്കെ അടിപൊളിയാണ്, ബ്രാൻഡഡ് ആണ്, അടിപൊളി സാധനമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന കോഫി മോശമായിരിക്കും, അല്ലേ? ശരിയല്ലേ? അതിന്റെ ക്വാളിറ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഇൻപുട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നല്ലതാവുള്ളൂ. ശരീരത്തിന് കിട്ടുന്നത് നല്ലതാണെങ്കിൽ അതിന് വേണ്ട കണ്ടന്റുകൾ കിട്ടണം. ഇപ്പൊ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ആന്റി ഓക്സിഡൻസ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം. അങ്ങനെ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, അതേപോലെ ഫൈബേഴ്സ് ധാരാളം ആവശ്യമുണ്ട്. അപ്പൊ ഒരു വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ്. പണ്ടൊക്കെ ഉള്ള ആളുകൾ നമുക്ക് പറയുകയാണെങ്കിൽ, പണ്ടുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ ഡെഫിഷ്യൻസികളാണ് ഉണ്ടായിരുന്നത്. ഒരു ബി കോംപ്ലക്സിന്റെ കുറവ്, എന്താണ്, വായിൽ തൊലി പോവാണ്, അപ്പൊ വന്ന് ഒരു ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടുമായിരുന്നു പണ്ടൊക്കെ. ഇന്ന് അങ്ങനത്തെ അല്ല. ഇന്ന് നമ്മളൊരു ടാബ്ലറ്റ് ഒന്നും കഴിച്ചാലൊന്നും നമ്മുടെ ആ പ്രോബ്ലംസ് ഇന്ന് പരിഹരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് നമുക്കൊക്കെ ഉള്ളത് മൾട്ടിപ്പിൾ ഡെഫിഷ്യൻസീസ് ആണ്. ഒരു സിംഗിൾ ഡെഫിഷ്യൻസി അല്ല, മൾട്ടിപ്പിൾ ഡെഫിഷ്യൻസീസ് ആണ്. അപ്പൊ ഈ ഡെഫിഷ്യൻസി ഇത്രയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇനി നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇന്ന് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സ്വാദുള്ള ഭക്ഷണമാണ് ഞാനും നിങ്ങളൊക്കെ കഴിക്കുന്നത്, ഭയങ്കര ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മള് എന്റെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ഇന്നതൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നതൊക്കെ കഴിക്കണല്ലോ എന്ന് നോക്കി കൃത്യമായിട്ട് കഴിക്കുന്ന എത്ര പേരുണ്ട്? വളരെ റയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും വളരെ ഒരു വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ശരീരത്തിന് എന്താണോ നല്ലത് അതിന് വലിയ സ്വാദൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. ശരിയല്ലേ? നല്ല സ്വാദുള്ളത് നമ്മൾ കഴിക്കുന്ന മിക്കവാറും സാധനങ്ങളല്ല ശരീരത്തിന് ദോഷമുള്ളതായിരിക്കും. ഇതൊരു എന്താ പറയാ, ഇന്ന് സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിച്ചു കൂട്ടുന്ന സാധനങ്ങളിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കഴിക്കത്തില്ല. ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കഴിക്കില്ല. നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കില്ല. ഇത് റിയാലിറ്റിയാണ്, ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ ഇതൊന്നും നമ്മുടെ മനുഷ്യന്മാർ കേൾക്കില്ല. പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ, പറഞ്ഞാലോ അറിഞ്ഞാലോ ഒന്നും നന്നാവുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും എക്സ്ട്രാ ആയിട്ട് എന്ത് ആഡ് ചെയ്യാം? 1 സെക്കൻഡ്, എന്റെ സ്ക്രീൻ പെട്ടെന്ന് ക്ലോസ് ആയിപ്പോയി. 1 സെക്കൻഡ്, ഞാൻ ഒന്നും കൂടി എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് കയറാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് അവരെ വിളിച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്ത് ആ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കിടക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഈ പ്രോഗ്രാമിൽ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഇപ്പൊ സ്ക്രീൻ കാണാമോ മിഥുൻ സാർ? വന്നിട്ടില്ല. 1 സെക്കൻഡ് പ്ലീസ്.
ഓക്കെ അല്ലേ മിഥുനെ, കാണാമല്ലേ? യെസ്, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി വരുന്ന കാര്യങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ പോലും അറിയാതെ ഗവൺമെന്റ് ചേർക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിൽ ചില ന്യൂട്രിയൻസ്, എല്ലാമല്ല, ചില ന്യൂട്രിയൻസ്, ഏറ്റവും അധികം ഡെഫിഷ്യൻസി വരുന്ന ചില ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് തന്നെ ആ ഒരു പ്രൊഡക്റ്റിൽ അത് ഉണ്ടാവില്ല, പക്ഷെ അത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഫോർട്ടിഫിക്കേഷൻ. നമ്മൾ ഇന്ന് പല പ്രോഡക്ട്സിന്റെയും പുറത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ പാല് മേടിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്? മിൽമേഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള മിൽക്ക് വാങ്ങുന്ന കവർ പാല്, പാക്കറ്റ് പാല് മേടിക്കുന്ന ആൾക്കാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ അതിനകത്ത്? ഉണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ ആൻഡ് ഡി. ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ ആൻഡ് ഡി. ഇത് എന്ത് ചെയ്തേക്കുവാണ്? പാലില് എക്സ്ട്രാ ഏത് പാക്കറ്റ് കവർ പാല് നിങ്ങൾ നോക്കിയോ അതിന്റെ പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ ആൻഡ് ഡി. പിന്നെ നിങ്ങളുടെ വീട്ടില് ഈവൻ ആട്ടയൊക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആട്ടകൾ മേടിക്കുന്നുണ്ടെങ്കിൽ, ആട്ടയുടെ പുറത്ത് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ കാണും അതിനുള്ള അയൺ, ഫോളിക് ആസിഡ്, അതേപോലെ വൈറ്റമിൻ B12 ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന ഉപ്പ്, പൊടിയുപ്പില് അയോഡിൻ ഉപ്പിനകത്തുള്ളതാണോ? അല്ല, ഉപ്പിനകത്ത് ചേർക്കുന്നതാണ്. നമുക്ക് അയോഡിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് എക്സ്ട്രാ എന്ത് ചെയ്യുവാണ്? ആഡ് ചെയ്യുവാണ് അയോഡിൻ. ആഡ് ഓൺ അയോഡിൻ ആഡ് ചെയ്യുവാണ്. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് തന്നെ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. എന്താ കാരണം? കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ശരീരത്തിൽ ഇന്ന് ഒരുപാട് മൾട്ടിപ്പിൾ ഡെഫിഷ്യൻസീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളവര്. അല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് മുതൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. ഒന്ന് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കവറൊക്കെ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ച് നോക്കണം. ഓക്കെ, നെക്സ്റ്റ്. ഇന്ന് പല ബ്രാൻഡഡ് ഇതിന്റെയും അഡ്വർടൈസ്മെന്റ്സിൽ പോലും നമുക്ക് ആ ഫോർട്ടിഫിക്കേഷന്റെ പരസ്യം കാണാൻ പറ്റും. അതേപോലെ എസെൻഷ്യൽ ഓയിൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകളിൽ ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്, കുക്കിംഗ് ഓയിലിലൊക്കെ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണേ? 2022 2030 ആയപ്പോഴേക്കും ഈ ഒരു സപ്ലിമെന്റ് മാർക്കറ്റ്, സപ്ലിമെന്റേഷൻ എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തതിനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾക്ക് തരിക. ഓക്കെ, അത് ഗവൺമെന്റ് പോലും അറിയാവുന്നതുകൊണ്ടാണ് ഗവൺമെന്റ് പല സാധനങ്ങളിലും ഈ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്ത് നമുക്ക് തരുന്നത്. ഇനിയിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊന്നും ഇല്ലാത്തതായിരിക്കാം ചിലപ്പോ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്ത് വരുന്നുണ്ട്? ഈ ഡെഫിഷ്യൻസീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രി വളരെ ഹൈ റേറ്റിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഡിമാൻഡ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇത് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, പണ്ടുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ഇന്നുള്ള ആളുകൾക്ക് നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ കൂടുതലാണ്, ജീവിച്ചിരിക്കുന്ന കാലം കൂടുതലാണ്, പക്ഷെ ആരോഗ്യം വളരെ കുറവാണ്. സ്ട്രഗിള് ചെയ്ത് ജീവിതം കഷ്ടപ്പെട്ട് നരകിച്ചിട്ടാണ് പല ആൾക്കാരും മരിക്കുന്നത്. എത്ര പേർക്ക് താല്പര്യമുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് നരകിച്ച് വർഷങ്ങളോളം നരകിച്ചിട്ട് ഇവിടെ കിടന്ന് മരിക്കണം? ഒരു മനുഷ്യനും താല്പര്യമില്ല, അല്ലേ? ശരിയല്ലേ? പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കി അവർ ഇരിക്കുന്ന കാലം എത്രയാണോ അവിടം വരെ ജീവിച്ചിരുന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വയ്യാണ്ടായി 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ദിവസം തന്നെ അവർ മരണപ്പെടുവാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നരകിച്ചാണ് പല ആൾക്കാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഫുഡിൽ നമ്മൾ വളരെയധികം കെയർ ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മൾ സപ്ലിമെന്റ്സ് നമ്മൾ ഉപയോഗിക്കണം. എനിക്കിത് അറിയില്ല, പരിചയമില്ലായിരുന്നു എന്നൊന്നും പറയുന്നത് ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
ഇത് ഉപയോഗിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ടാറ്റ പോലെയുള്ളൊരു കമ്പനി ഇന്ന് അവരുടെ ഹെൽത്ത് സപ്ലിമെന്റ്സ് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞു. ടാറ്റ ഗോഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ. ടാറ്റ ഗോഫിറ്റ് ഓൾറെഡി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഇതുപോലുള്ള കമ്പനികൾ പോലും അവർക്ക് ഒരുപാട് മേഖലകൾ അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്തുകൊണ്ടായിരിക്കും അവര് ഈ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്നത്? കാരണം വളരെ സിമ്പിൾ ആണ്. ഈ മേഖല അത്രയും ഹൈ രീതിയിൽ ഡിമാൻഡ് ഉണ്ട്, ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും, ഒരുപാട് കമ്പനികൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അടുത്തത് ഇന്ത്യൻ ആയുഷ് മിനിസ്ട്രി. സർവാനന്ദ സോളോവാൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ രാജ്യത്തില് ഇന്ന് ആയുഷ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി 2014 സ്റ്റാർട്ട് ചെയ്തു. ആയുഷ് മിനിസ്ട്രി. എന്തിനാണ് ആയുഷ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്? മോഡേൺ മെഡിസിൻ, നമുക്ക് നമ്മുടെ നാട്ടില് മോഡേൺ മെഡിസിൻ ഉണ്ട്. മോഡേൺ മെഡിസിന്റെ പ്രത്യേകത എന്താണ്? മോഡേൺ മെഡിസിൻ എപ്പോഴും അസുഖത്തിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അസുഖത്തിനെയാണ് മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ അസുഖത്തിന്റെ കാരണങ്ങളെ റിവേഴ്സ് ചെയ്യാനും ഒരു പേഴ്സണെ ഹെൽത്തി ആക്കാനും അസുഖം വരാതിരിക്കാനും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആയുഷ് മിനിസ്ട്രി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരാണ്. അതിൽ നിന്ന് ആൾക്കാരെ റിവേഴ്സ് ചെയ്തൊരു ഹെൽത്തി സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എന്തെല്ലാം ഭക്ഷണങ്ങൾ ആളുകൾ കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയുഷ് മിനിസ്ട്രി ഇത് ചെയ്യുന്നത്. ഈ ഒരു മിനിസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവരുടെ സർട്ടിഫിക്കേഷനോട് കൂടി മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനും ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഒരു മിനിസ്ട്രി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് പ്രോഡക്ട്സ് ഇവരുടെ ആയുഷ് മിനിസ്ട്രിയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. 2 സ്റ്റാൻഡേർഡിലാണ് വരുന്നത്, ആയുഷ് സ്റ്റാൻഡേർഡ് ആൻഡ് ആയുഷ് പ്രീമിയം. ആയുഷ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. ആയുഷ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പ്രോഡക്ട്സ്. അപ്പോ ഈ ഒരു മിനിസ്ട്രി പോലും ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പർപ്പസിലാണ്. ഓക്കെ, ആൻഡ് വി ആർ കമ്മിങ് ടു ഇൻഡസ് വിവ. എന്താ ഇൻഡസ് വിവ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്? ഇൻഡസ് വിവ നമുക്ക് തരുന്നത് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. 1 second പ്ലീസ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ മിഥുൻ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പൊ ഇൻഡസ് വൺ നമുക്ക് തരുന്ന എന്താണ്? വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്. ഇതൊരു അസുഖത്തിനുള്ള ആൾട്ടർനേറ്റീവ് ഒന്നുമല്ല, പക്ഷെ ഇത് നമ്മളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ മുന്നേ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടല്ല ഇത് കഴിക്കേണ്ടത്. ഈ പ്രോഡക്ട്സിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്, നമുക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ മുതൽ നമ്മൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാണ്. യെസ്, എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രോഡക്ട്സിന്റെ സ്പെഷ്യാലിറ്റി? ഈ സ്പെഷ്യാലിറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് നമ്മൾ നേരെ പോവാണ്. നമ്മുടെ പ്രോഡക്ട്സിന് 4 പ്രധാന സ്പെഷ്യാലിറ്റിയാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളിത് നോട്ട് ചെയ്യണം. നിങ്ങൾ വിവയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രോഡക്ട്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് രോഗികൾക്കായിട്ടല്ല ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? രോഗം വരരുത് എന്ന് ചിന്തിക്കുന്ന, എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നേക്കാളും ചെലവ് കുറവും
നല്ലതുമാണ് അസുഖം വരാതെ നോക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ഇൻഡസ്വ പ്രോഡക്ട്സ്. ഓക്കെ, ഇനി അസുഖം ഉള്ളവർക്ക് ഉപയോഗിച്ചാൽ എന്താ ബെനിഫിറ്റ് കിട്ടുക? ഹോളിസ്റ്റിക് ബെനിഫിറ്റ് ആണ്. എന്താ ഹോളിസ്റ്റിക്? തല മുതൽ പാദം വരെ നമ്മുടെ ഓരോ കോശങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ പ്രോഡക്ട്സിനെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹോളിസ്റ്റിക് ആണ്. അടുത്തതാണ് ആൾട്ടർനേറ്റീവ് ആണ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനുകളെ അല്ലെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെന്റിനെ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ആയി വരുന്നതനുസരിച്ച് അതിന് പകരക്കാരനാവാനും ഈ പ്രൊഡക്ട്സിന് പറ്റും. ഇപ്പോഴല്ല, തുടക്കത്തിൽ നമുക്ക് അതിന്റെ സപ്പോർട്ട് വേണം. നമ്മളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് വരുമ്പോൾ അസുഖം പതുക്കെ പുറകിലോട്ട് മാറും. ആ സമയത്ത് നമുക്ക് മെഡിസിന് പകരക്കാരനാവാനായിട്ട്, ആൾട്ടർനേറ്റീവ് ആവാനായിട്ട് ഇതിന് പറ്റും. ആൻഡ് കോംപ്ലിമെന്ററി ബെനിഫിറ്റ്സ്, നമുക്ക് ഒരു പർട്ടിക്കുലർ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ട്സുകളെല്ലാം തന്നെ. സോ വി ആർ മൂവിങ് ഓൺ ടു അവർ പ്രോഡക്ട്സ്. നമ്മുടെ സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. ഇതൊരു 1 ലിറ്റർ ജ്യൂസ് ഫോർമാറ്റിൽ കിട്ടുന്ന ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു മൾട്ടി ഫ്രൂട്ട് ടേസ്റ്റിലാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഒരു മൾട്ടി ഫ്രൂട്ട് ബ്ലെൻഡ് ആണ്. ഒരു മൾട്ടി ഫ്രൂട്ടിന്റെ ടേസ്റ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഡക്റ്റ് പ്രധാനമായിട്ടും ഒരു 3 മേജർ ഫങ്ഷൻസിന് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒന്ന്, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ബെനിഫിറ്റ്, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം, ആരൊക്കെയാണോ ഹാർട്ടിനെ വളരെ ഹെൽത്തി ആക്കി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ പ്രോഡക്റ്റ് വളരെയധികം ഉപകാരപ്പെടും. ആരാണ്? ഹാർട്ടിനെ ഏറ്റവും അധികം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഹാർട്ടിന്റെ ഒരു ഹെൽത്ത് വളരെയധികം ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ ഹൈ ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർട്ടിന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ രക്തക്കുഴലുകളുടെ ഉൾഭാഗത്തിനെ ശക്തിപ്പെടുത്താനായിട്ടും ഈ പ്രോഡക്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും അധികം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗപ്രതിരോധ ശക്തി ഇൻക്രീസ് ചെയ്യുമ്പോൾ പല അസുഖങ്ങളും നമ്മളെ ബാധിക്കുന്നത് കുറയും. പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങള്, ഫംഗസ് രോഗങ്ങള്, ഇൻഫെക്ഷൻസ്, HIV പോലെയുള്ള അസുഖങ്ങള്, ഇതിലൊക്കെ നമുക്കറിയാം ഇമ്മ്യൂണിറ്റിയാണ് ബാധിക്കുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയിട്ട് നിർത്താൻ ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് 3-ാം മാസം മുതൽ, ഇന്നിപ്പോ ഏകദേശം 1.25 വയസ്സുണ്ട്, ഈ പീരീഡ് വരെ റെഗുലർ ആയിട്ട് മുടങ്ങാതെ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. അതിന്റെ ആരോഗ്യം കുഞ്ഞിനുണ്ട്, അസുഖങ്ങളില്ല, വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്കത് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റ് പറ്റും. ഇത് റിച്ച് ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇതിന്റെ ഒരു കോംബോ ആണ്. ഇതിൽ 15ഓളം ഫ്രൂട്ട്സ് ഉണ്ട്, 3ഓളം ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുവാണ്. അതിൽ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ബെറി ഫ്രൂട്ട്സ് ആണ്. അതിൽ മെയിൻ കണ്ടന്റ് അസായ് ബെറി എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത, നാസ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആസ്ട്രോനെറ്റ് 10 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ബഹിരാകാശത്ത് പോകുന്ന ആളുകൾക്ക്, ബഹിരാകാശ യാത്രികർക്ക് അവിടെ സീറോ ഗ്രാവിറ്റിയും റേഡിയേഷൻ, വളരെ ഹൈ റേഡിയേഷൻ ഒക്കെ മൂലം സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ സ്പേസ് ഡ്രിങ്കിലെയും പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഇതേ അസായ് ബെറി തന്നെയാണ്. ഇത് നല്ലൊരു ആന്റി ഏജിങ് സപ്പോർട്ടാണ്, ആന്റി ക്യാൻസറസ് സപ്പോർട്ട് കൂടിയാണ്. ക്യാൻസർ സെല്ലുകളുടെ സ്പ്രെഡിങ്, ഒരു മെറ്റാസ്റ്റസിസ് പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റുകൾ ഈ ഒരു അസായ് ബെറി എന്ന് പറയുന്ന ഫ്രൂട്ടിനകത്തുണ്ട്. ഇതൊരു 60 മില്ലി നമ്മൾ ഒരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3.5 കിലോ വെജിറ്റബിൾസ് ഒക്കെ കഴിയുന്ന ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ 14% അസായ് ബെറി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു ഫ്രീസ് ഡ്രൈഡ് പൗഡർ ഫോർമാറ്റിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ റിപ്പയറിങ് ചെയ്യാനും
ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനും അത് മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാനും നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് വേണം. ഈ ന്യൂട്രിയൻസിന് ഒരു അളവ് നമ്മൾ അതിന് പറയുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വെറൈറ്റി ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ദിവസം ആവറേജ് 7000 ഒറാക്കിന്റെ ആന്റി ഓക്സിഡൻസ് നമുക്ക് ആവശ്യം എവറി ഡേ. പക്ഷേ പലപ്പോഴും നമ്മുടെ റിക്വയർമെന്റ് നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് പറ്റും? അവിടെ ഡെഫിഷ്യൻസി വരും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിന് ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഹെൽത്തി കോശങ്ങൾക്ക് പകരം വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ടോട്ടലി എന്തായിട്ട് മാറും? അൺഹെൽത്തി ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ ഇതിനെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഹെൽത്തിനെ റീഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, 1 second. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഐപ്പിൾസ് കഴിച്ചാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഐപ്പിൾസ് കഴിക്കേണ്ടത് രാവിലെയും വൈകിട്ടും. രാവിലെ വെറും വയറ്റിൽ കഴിക്കാം, എഴുന്നേറ്റ ഉടനെ കഴിക്കാം. 30 ml കോൺസെൻട്രേറ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് കഴിക്കാം. അതല്ല, നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തും കഴിക്കാം. ഇത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ് വരും? ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഹൃദയ സംബന്ധമായിട്ടുള്ള ബെനിഫിറ്റ്സ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആക്കും. ബ്ലഡ് പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. കൊളസ്ട്രോൾ ലെവൽസ് കുറയാനായിട്ട് സഹായിക്കും. പ്രോട്ടീൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രിവെന്റീവ് മെക്കാനിസം ആണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ, നമ്മുടെ നാഡീഞരമ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആക്കാനായിട്ട് സഹായിക്കും. നീർക്കെട്ടുകൾ കുറയാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ്. നീർക്കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലമേറ്ററി പ്രോബ്ലം ആണ് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ആസ്മ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. ഭയങ്കര എഫക്റ്റീവ് ആണ്. ഐപ്പിൾസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ചേഞ്ചസ് കിട്ടുന്നുണ്ട്. അതേപോലെ ബാക്ടീരിയാസിനോടും വൈറസിനോടൊക്കെ ഫംഗസിനോടൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ക്യാൻസർ പേഷ്യൻസിന് ഇത് എങ്ങനെയാണ് യൂസ് ആവുക? പൊതുവേ നമുക്ക് ക്യാൻസർ ഉള്ള ആളുകൾക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർക്ക് ക്യാൻസർ പേഷ്യൻസിന് അവർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങൾക്ക് കൂടി ഡാമേജ് വരുന്നുണ്ടാവും. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു പൾസ് കൂടി അവർക്ക് അതിന്റെ കൂട്ടത്തിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓവറോൾ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് കാര്യമായിട്ട് ഡാമേജുകൾ, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഡാമേജ് ഇല്ലാതെ, കാര്യമായിട്ടുള്ള ഹെയർ ഫോൾ ഇല്ലാതെ അവർക്ക് ആ പഴയ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരെ സാധിക്കും. അതേപോലെ തന്നെ മെമ്മറി, ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒമേഗ 3, 6, 9 ഫാറ്റി ആസിഡ്സ് ഐപ്പിൾസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ അലേർട്ട്നെസ് കൂട്ടും, എൻഡുറൻസ് കൂട്ടും, മെന്റൽ ക്ലാരിറ്റി കൂട്ടും, ഓർമ്മശക്തി കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം. ഡയബറ്റിക് ഉള്ളവർക്ക് അവരുടെ സെക്കൻഡറി പ്രമേഹ സംബന്ധമായിട്ടുള്ള സെക്കൻഡറി കോംപ്ലിക്കേഷൻസിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് സബ്സൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അവർ അതിനോടൊപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇത് പ്രമേഹം ഉള്ളവർക്ക് കഴിക്കാം, ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കഴിക്കാം. കാരണം ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആയാൽ ബ്ലഡ് പ്രഷർ നോർമൽ ആവും. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കഴിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ ഏത് ഏജ് കാറ്റഗറിക്കും, പ്രഗ്നന്റ് ലേഡീസിന് ആദ്യത്തെ 6 മാസം വരെ സേഫ് ആയിട്ട് കൺസ്യൂം ചെയ്യാം. മുലയൂട്ടുന്ന അമ്മമാർക്ക് കഴിക്കാം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈവൻ ICUവില് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ട്യൂബിലൂടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന ആൾക്കാർക്ക് വരെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ആൻഡ് മൂവിങ് ഓൺ, നമ്മളുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് iCoffee ഡയബറ്റിക് മാനേജ്മെന്റ്. ഇന്ത്യ വേൾഡിലെ തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അതിൽ കേരളമാണ് ഇപ്പൊ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 43% ആളുകൾ ഓൾറെഡി ഡയബറ്റിക് ആണ്. ബാക്കി 97% ആൾക്കാർ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. അടുത്ത ഒരു 3 to 5 years കൊണ്ട് അവരും ഡയബറ്റിക് ആൾക്കാരുടെ കൂടെ ലിസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി കഴിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹം വരാതിരിക്കാൻ വേണ്ടിയിട്ടും, പ്രമേഹമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രമേഹ സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഫി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന iCoffee.
ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, ഈ ഒരു കോഫി നമ്മളുടെ ദഹനം കറക്റ്റ് ചെയ്യാനായിട്ടും നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ശരിക്കും നമ്മളുടെ മെറ്റബോളിസം, നമ്മുടെ ദഹന വ്യവസ്ഥ ടോട്ടലായിട്ട് താറുമാറാക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എൻറ്റയർ ഓർഗൻസിനെ, മേജർ ആയിട്ടുള്ള നമ്മുടെ ഇന്റേണലി ഉള്ള 4 ഓർഗൻസിനെ ഇത് പിന്നീട് താറുമാറാക്കും. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ കൂടി ചിന്തിക്കുന്ന ഒരേ ഒരു പോയിന്റ് ആണ് ഹൈപ്പർ ഗ്ലൈസീമിയ, അതായത് രക്തത്തിലെ ഷുഗർ ലെവൽ ഉയർന്നു നിൽക്കുവാണ്. ഇത് മാത്രമാണ് പ്രശ്നം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല എന്നല്ല. ഇപ്പൊ ഹൈപ്പർ ഗ്ലൈസീമിയ ഇസ് എ ബിഗ് ഇഷ്യൂ, അതൊരു വലിയ പ്രോബ്ലം ആണ്. അത് എങ്ങനെയാണ് നമ്മളെ അഫക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഹൈപ്പർ ഗ്ലൈസീമിയ പല സിംറ്റംസ് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഷുഗർ വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ദാഹം ഉണ്ടാവും, ഭയങ്കര വിശപ്പുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും, ചില ആൾക്കാർക്ക് തലചുറ്റൽ ഫീൽ ചെയ്യും. ഇതും അപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ വളരെ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ഉൾഭാഗം തൊലി അടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ സ്കിന്നിന്റെ പുറത്തുള്ള ഒരു തൊലി അടർന്നു പോയാൽ എന്ത് പറ്റും, അവിടെ രക്തം വരും. രക്തം വന്നാൽ അവിടെ എന്ത് ചെയ്യും, അത് രക്തം ക്ലോട്ട് ചെയ്യും. രക്തം ക്ലോട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണങ്ങും. പക്ഷെ ഇത് രക്തക്കുഴലിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ക്ലോട്ട് വന്നാൽ എന്താ ഉണ്ടാവുക, അവിടെ രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. അത് ഹാർട്ടിലേക്കുള്ള വെയിനുകളിലെങ്ങാനും ആണ് എങ്കിൽ അത് അറ്റാക്ക് ആയിട്ട് മാറാം. ബ്രെയിനിലേക്കാണെങ്കിൽ അത് സ്ട്രോക്ക് ആവാം. എന്തുകൊണ്ടാണ് ഇന്ന് ഡയബറ്റിക് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഹാർട്ട് അറ്റാക്ക് ആവുന്നതും ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി പോകുന്നതും? റീസൺ ഈസ് വെരി സിമ്പിൾ. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മളുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ ക്ലോട്ട് ഉണ്ടാക്കാൻ കാരണമാകും. ഓക്കെ, ക്ലോട്ട് ഉണ്ടാവാൻ വേറെയും പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. ഇനി പ്രമേഹം എന്തൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയൊക്കെ വരാം? ബ്ലഡിലെ ഷുഗർ ഉയർന്നു നിൽക്കുന്നത് മാത്രമാണോ പ്രമേഹം? അത് മാത്രമാണോ അതിന്റെ കോംപ്ലിക്കേഷൻ? അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിക്സ്, ടൈപ്പ് 2 ഡയബറ്റിക്സ് ആൻഡ് ജെസ്റ്റേഷണൽ ഡയബറ്റിക്സ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് എന്താ പറയുക, കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പാൻക്രിയാസ് ഈസ് ഓൾമോസ്റ്റ് ഡെഡ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അവരെ സംബന്ധിച്ച് ജീവിതകാലം മൊത്തം അവർ ഇൻസുലിൻ എടുക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. ഈവൺ അവർ നമ്മളുടെ ഐ കോഫി കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അവർക്ക് കൂടുതൽ കാലം, ലോങ് ടൈം അവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. രണ്ടാമത്തെ ടൈപ്പാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. ടൈപ്പ് 2 ഡയബറ്റിക്സിന്റെ പ്രത്യേകത 99.9% ടൈപ്പ് 2 ഡയബറ്റിക്സും ജീവിതശൈലി മോശമായതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ജീവിതശൈലി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 97% പ്രമേഹവും ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണ്. ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ് നമുക്ക് റിവേഴ്സബിൾ ആണ്. നമുക്ക് ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും നമ്മളുടെ സപ്ലിമെന്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനും തയ്യാറാണെങ്കിൽ അതൊരു നല്ല പെർസെൻറ്റേജ് നമുക്ക് പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഡയബറ്റിക്സ് ആണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ള ഡയബറ്റിക്സ്. ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ അതിൽ മാറ്റം വരുത്താൻ റെഡിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. തേർഡ് വൺ ഈസ് ജെസ്റ്റേഷണൽ, ഗർഭകാലത്ത് ഉണ്ടാവുന്ന പ്രമേഹം. ഗർഭകാലത്ത് കുഞ്ഞിന് കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ശരീരം കൂടുതൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കും. ചില സമയത്ത് അത് അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷനിലേക്ക് പോകും. അതാണ് ഹൈപ്പർ ഗ്ലൈസീമിയയിലേക്ക് പിന്നീട് ലീഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് അത് ജീവിതകാലം മൊത്തം ഒരു ഷുഗർ ആയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ആ പ്രസവകാലം കഴിയുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇല്ലാണ്ടായിട്ടും പോകും. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹം ഉണ്ടാവാനായിട്ട് 4 കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് ഒരു പ്രധാന കാരണം നമ്മളുടെ ദഹന വ്യവസ്ഥ താറുമാറാകുന്നതാണ്. ഡൈജഷൻ, മെറ്റബോളിസം താറുമാറാകുന്നു. നമ്മുടെ കാർബോഹൈഡ്രേറ്റിക് മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, പ്രോട്ടീൻ മെറ്റബോളിസം, ഇതെല്ലാം താറുമാറാവുന്നുണ്ട്. ഇതാണ് പ്രൈമറി റീസൺ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ സൂക്ഷിച്ചു വെക്കും. അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ രക്തക്കുഴലുകളിലും ഇന്റേണൽ ഓർഗൻസിലും ഒക്കെ സൂക്ഷിച്ചു വെക്കും. ശരീരത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു എനർജി കിട്ടാതെ വരും. രണ്ടാമത്തെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്താ ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒരുപാട് ആവശ്യമില്ലാത്ത കൊഴുപ്പുകളുണ്ട്. ഇത് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? നമ്മുടെ വയറിന്റെ അടിയിലോ അല്ലെങ്കിൽ മസിലിന്റെ അടിയിലോ മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലും രക്തക്കുഴലുകളുടെ ഉള്ളിലും ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ രക്തക്കുഴലുകളിൽ നിന്ന്, രക്തമൊഴുകുന്ന കുഴലുകളിൽ നിന്ന് ഇൻസുലിന്റെ അബ്സോർപ്ഷൻ അത് ഡിഫിക്കൽട്ട് ആക്കും. ഇൻസുലിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഇൻസുലിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ അത് അനുവദിക്കില്ല.
അവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. കൂടുതലായിട്ടും അമിതവണ്ണമുള്ള ആളുകളിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവുള്ള, ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇതുകൊണ്ടും നമുക്ക് ബ്ലഡ് ഷുഗർ ഹൈ ആവാം. ഇവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ആവശ്യത്തിനുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയണ കേൾക്കാം, ഞാൻ 50 യൂണിറ്റും 60 യൂണിറ്റും 100 യൂണിറ്റും ഇൻസുലിൻ എടുത്തിട്ടും എന്റെ ഷുഗർ കുറയുന്നില്ല. എന്താ കാരണം? ഇൻസുലിൻ ഇല്ലാത്തതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ കാരണമാണ് അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ബൈ ലിവർ. നമ്മുടെ ലിവർ അബ്നോർമൽ ആയിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്തൊക്കെ കാരണം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ചില മെഡിസിൻസിന്റെ ഉപയോഗം കൊണ്ട്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെസ് കൊണ്ട്, ഓവറായിട്ട് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് ഒക്കെ നമ്മളുടെ ലിവർ അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാം. ചില ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നാലും നമ്മൾ ഹൈപ്പർഗ്ലൈസീമിയ കണ്ടീഷൻ വരും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മളുടെ ശരീരത്തിലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറയുക. പാങ്ക്രിയാസിലെ ബീറ്റാ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ അളവ് കുറയുക. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയബറ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ പലപ്പോഴും ബ്ലഡ് ഷുഗർ മാത്രം കുറയ്ക്കുന്നതിന്റെ പുറകെയാണ്. അവിടെ റിയൽ പ്രോബ്ലം നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. ബ്ലഡ് ഷുഗർ മാത്രം കുറയുന്നതല്ല, നമ്മളുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനിൽ എന്തു പറ്റും? നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട റിയൽ എനർജി കിട്ടാതെ വരും. റിയൽ എനർജി കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാൻ പറ്റില്ല, നമ്മുടെ ഓർഗൻസിന് ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഡാമേജ് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രമേഹമുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും, പ്രധാനമായിട്ടും 4 പതീസും വരും: ന്യൂറോപ്പതി, നെഫ്രോപ്പതി, കാർഡിയോമയോപ്പതി ആൻഡ് റെറ്റിനോപ്പതി. ന്യൂറോ എന്ന് പറഞ്ഞാൽ നാഡീഞരമ്പുകൾ വീക്കാവും. നാഡീഞരമ്പുകൾ വീക്കായി കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങൾ വരും, കാലിന്റെ അടിയിൽ മുള്ളു കുത്തുന്ന പോലത്തെ പ്രശ്നങ്ങൾ വരും, സ്പർശനശേഷി നഷ്ടപ്പെടുന്ന ഇഷ്യൂ വരും. അടുത്തത് ഹൃദയത്തിനെ ബാധിക്കും. കാർഡിയോമയോപ്പതി, ഹാർട്ടിന്റെ പമ്പിങ് കുറയും, ബ്ലഡ് സർക്കുലേഷൻ കുറയും, ഹാർട്ട് മസിൽസ് ഹാർഡ് ആവും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കട്ടി കൂടി എന്ത് പറ്റും? അത് എപ്പോഴും പമ്പ് ചെയ്യേണ്ട സാധനം പമ്പ് ചെയ്യണ്ടാവും. ഹൃദയത്തിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന കാലുകളിലേക്കുള്ള രക്തചംക്രമണമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ആദ്യം തടസ്സപ്പെടുക. അപ്പോൾ കാലിന്റെ അടിയിൽ തരിപ്പ് വരും, മസിൽസ് കൊച്ചി പിടിക്കും, എന്താ പറയുക, മുറിവുകൾ ഉണങ്ങാത്ത സിറ്റുവേഷൻ വരും, കാലുകളൊക്കെ മുറിച്ച് കളയേണ്ട, ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ട അവസ്ഥ വരും. ന്യൂറോപ്പതി, കാർഡിയോമയോപ്പതി. അടുത്ത എന്താണ്? റെറ്റിനോപ്പതി. കണ്ണിന്റെ റെറ്റിനെ ബാധിക്കും. കണ്ണിന്റെ റെറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പുറകിലുള്ള ഒരു നാഡീവ്യൂഹം, അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 90% ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടീഷൻ മോശമാകാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആവണം. കാരണം ഡയബറ്റിക് മൂർച്ഛിച്ച് നമ്മുടെ കാഴ്ചശക്തിയിലേക്ക് അത് വല്ലാണ്ട് അഫക്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ കാഴ്ച തിരിച്ചു കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നീനെ ബാധിക്കും. കിഡ്നിയുടെ അരിക്കുന്ന സ്വഭാവം നഷ്ടപ്പെടുത്തും. ഡയാലിസിസ് സ്റ്റേജിലേക്ക്, കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ നമ്മളെ ലീഡ് ചെയ്യാം. ഒരുപാട് കോംപ്ലിക്കേഷൻസ്. നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഈ അസുഖത്തിനെ നമ്മളുടെ ഒരു ഫ്രണ്ടാക്കി നിർത്താൻ നമുക്ക് പറ്റും. ശത്രുവാക്കി നിർത്താതെ നമ്മളുടെ ഫ്രണ്ടാക്കി, നമ്മളെ ഉപദ്രവിക്കാതെ നമുക്ക് നിർത്താൻ പറ്റും. അതിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ജീവിതശൈലിയിൽ പറഞ്ഞ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ തയ്യാറാവണം. അതിനോടൊപ്പം നമ്മൾ പ്രോപ്പർ സപ്ലിമെന്റേഷൻ. ഈ ഒരു ഐക്കോവി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തൊരു മെയിൻ കണ്ടന്റ് ഉണ്ട്, സാൽസിറ്റാൾ. ഇത് എന്തിനു സഹായിക്കും? നമ്മുടെ പാങ്ക്രിയാസിന്റെ ബീറ്റാ സെൽസിന്റെ പ്രവർത്തനം ബെറ്റർ ആക്കാനും ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാനും സഹായിക്കും. 1. 2, നമ്മുടെ രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. 3, നമ്മുടെ ഡൈജഷൻ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും. 4, നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ നീക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സഹായിക്കും. ഇതിനോടൊപ്പം ഫസ്റ്റ് ക്വാളിറ്റി കോഫി ബീനിൽ കഫീൻ റിമൂവ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് വേണ്ട പവർഫുൾ ആന്റി ഓക്സിഡൻസിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ശരീരത്തിന് നല്ല ഊർജം കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുക്കുണ പ്ലൂറൻസ്, നൈക്കണ്ണപ്പരിപ്പിന്റെ എക്സ്ട്രാക്ട് നമ്മുടെ നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താനും, പ്രധാനമായിട്ട് ഇപ്പൊ ആണുങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രമേഹം മൂലം സെക്ഷൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ,
ഇമ്പോർട്ടൻസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിനൊക്കെ വളരെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഐകോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അതിൽ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അവരെ നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഉപകരിക്കുന്നുണ്ട്. ഇതിൽ കഫീൻ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു കോഫിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സിലൂടെ കഫീൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. പോളിഫിനോൾസ് ഒട്ടും നഷ്ടപ്പെടാതെയാണ് ഈ പ്രൊഡക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കോഫി രൂപത്തിൽ നമുക്ക് ഇതിനെ കഴിക്കാം. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഓരോ പാക്കറ്റ് കോഫിയാണ് ജനറൽ യൂസേജ്. ഇപ്പൊ അസുഖം വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര പാക്കറ്റ് ഇട്ട് യൂസ് ചെയ്താലും മതി. ഇതിന്റെ ഫുൾ പാക്കറ്റ് ആവശ്യമില്ല. പ്രമേഹം ഉള്ള ആളുകളാണെങ്കിൽ രാവിലെ ഒരു പാക്കറ്റ്, വൈകുന്നേരം ഒരു പാക്കറ്റ്. ഇത് 2 ടൈപ്പിലുണ്ട്. കട്ടൻ കാപ്പി ടൈപ്പിലും ഉണ്ട്, ഒരു മിൽക്കി കോഫി ടൈപ്പിലും ഉണ്ട്. ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ, ഒരുപാട് വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ ഹൈ ലെവലില് ബ്ലഡ് ഷുഗർ നിൽക്കുന്ന ആളുകൾ, ഒരുപാട് പ്രായമുള്ള ആളുകളിലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഐകോഫി ബ്ലാക്ക് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലാത്ത ആളുകൾക്ക് ഇപ്പം നോർമൽ മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് വർഷത്തെ ഹിസ്റ്ററി ഒന്നുമില്ല, ഷുഗർ വല്ലാണ്ട് ഹൈ ആയിട്ടൊന്നും അല്ല നിൽക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ഐകോഫി ക്രീം റോൾസ്. രണ്ടിനും നിങ്ങൾക്ക് എഫക്റ്റിൽ വ്യത്യാസം ഉണ്ടാവത്തില്ല. ഓക്കെ, ഇത് ഷുഗർ കുറച്ച് കളയുന്നുള്ള പേടി വേണ്ട, ഷുഗർ കുറഞ്ഞു പോകത്തില്ല. കാരണം ഇതിൽ ഷുഗറിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്ന ഒരു കണ്ടന്റ് ഇതിനകത്തില്ല. ഓക്കെ, മരുന്ന് ഉപയോഗിക്കുന്നത് മരുന്നിന്റെ കൂടെ വേണം ഉപയോഗിക്കാനായിട്ട്. ഇൻസുലിൻ എടുക്കുന്ന ഒരു ഇൻസുലിന്റെ കൂടെ വേണം ഉപയോഗിക്കാനായിട്ട്. പ്രമേഹം ഇല്ലാത്തവർക്കും കഴിക്കാം. ആൻഡ് വി ആർ മൂവിംഗ് ടു ദ തേർഡ് പ്രൊഡക്റ്റ് ഈസ് വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പ്രമേഹം ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന അമിതവണ്ണമുള്ള ആൾക്കാരിലാണ്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉള്ള ആൾക്കാരിലാണ്. അപ്പൊ ഇതിനെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയൽ വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പോപ്പുലേഷന്റെ 1/3 ആൾക്കാരും അമിതവണ്ണമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. ഒരു മീൽ റീപ്ലേസർ ആണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് ഈ സ്ലിമ്മിങ് ബാർ കഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ദഹനം കറക്റ്റ് ആക്കാം, നമ്മുടെ കുടലിനെ ക്ലീൻ ആക്കാം, നമ്മുടെ മെറ്റബോളിസം ബാലൻസ് ചെയ്യാം, നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാം. 4 മേജർ ഫങ്ഷൻസ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മേജർ ആയിട്ടുള്ള 4 ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്ന്, നമ്മളുടെ ദഹനം കറക്റ്റ് ചെയ്യാൻ പറ്റും, മെറ്റബോളിക് ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. 2, നമ്മുടെ കുടലിനെ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. കുടലിൽ അടിഞ്ഞുകൂടിയുള്ള വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് കുടലിനെ നല്ല ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കും. 3, നമ്മളുടെ സ്ട്രെസ് ലെവൽസിനെ കുറയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. 4, നമ്മുടെ ഹോർമോൺ ലെവൽസിനെ ബാലൻസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും. ക്ലിയർ ആണോ? അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ട് അമിതവണ്ണം കുറയ്ക്കാം. കുടവയറ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുടവയറ് കുറയ്ക്കാം. അതല്ല ബോഡി ഒന്ന് ഷേപ്പ് ആക്കണം, സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് അത് പോസിബിൾ ആണ്. സോ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ലോ കലോറിയാണ്. ഇതിനകത്ത് വളരെ കുറഞ്ഞ കലോറിയേ ഉള്ളൂ. ഇതിലൊരു US പാറ്റൻഷിപ്പ് ഉള്ള ഹെർബൽ കോമ്പിനേഷൻ ഉണ്ട്, സിനർജറ്റിക് ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോട്ടീൻ ബേസ്ഡ് പ്രൊഡക്റ്റ് അല്ല, ഇതൊരു ഫൈബർ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കിഡ്നീനെ ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഇത് ഉണ്ടാക്കുന്നില്ല. ഇത് എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകനായകമുണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ, പനിക്കൂർക്കയുടെ ഇനത്തിൽപ്പെട്ട കൊളിയസ് ഫോസ്കോളി ഉണ്ട്, കറുത്ത എള്ളിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. ഇതിനോടൊപ്പം റിച്ച് ഫൈബേഴ്സ് ആയിട്ടുള്ള റാഗി മോട്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട സോയാ പ്രോട്ടീൻ ഐസൊലേറ്റ്സും വേ പ്രോട്ടീൻ ഐസൊലേറ്റ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താനും നമ്മുടെ സ്ട്രെസ് ലെവൽസ് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് അശ്വഗന്ധയും അതേപോലെ തന്നെ നായ്ക്കരണപ്പരിപ്പിന്റെ എക്സ്ട്രാക്റ്റും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമ്പിനേഷൻ ആണ്, ഒരു കംപ്ലീറ്റ് മീൽ റീപ്ലേസ്ഡ് ആണ്. നമ്മുടെ ഭക്ഷണത്തിന് പകരക്കാരനാവാൻ പറ്റും. പ്രമേഹമുള്ളവർക്കും ബ്ലഡ് ഷുഗർ ഉള്ളവർക്കും പ്രഗ്നൻസിയിലും മുലയൂട്ടുന്ന അമ്മമാർക്ക് ആദ്യത്തെ മാസത്തിന് ശേഷവും തൈറോയിഡ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാം. ഈ പ്രൊഡക്റ്റ് ഐപ്പൾസിന്റെ കൂടെ കോമ്പിനേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തൈറോയിഡിന് എക്സലന്റ് റിസൾട്ട് തരുന്നുണ്ട്. ഹാർട്ടിന് നല്ലതാണ്, ബ്ലഡ് പ്രഷറിന് നല്ലതാണ്. കോമ്പിനേഷൻസ് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യും. സ്കിന്നിന് നല്ലതാണ്. ഓവറോൾ ദിസ് ഈസ് വെരി ഗുഡ് ഫോർ സ്കിൻ ഓൾസോ. ആൻഡ് വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ഐഗ്ലോ. നമ്മുടെ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. ഇതൊരു സെമി ലിക്വിഡ് ഫോർമാറ്റിൽ 28 സാഷറ്റ്സ് ആയിട്ട് 4 വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറുകളാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതൊരു സൗന്ദര്യവർദ്ധക പ്രൊഡക്റ്റ് ആണ്, പക്ഷെ അകത്തേക്ക് കഴിക്കുന്നതാണ്. സാധാരണഗതിയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുക, പക്ഷെ ഇത് അകത്ത് കഴിച്ചുകൊണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ന്യൂട്രി കോസ്മെറ്റിക്. എങ്ങനെയാണ് ഒരു ന്യൂട്രി കോസ്മെറ്റിക് പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുക?
നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിനെ ഡീടോക്സ് ചെയ്യാൻ സഹായിച്ചുകൊണ്ട്, ക്ലെൻസ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടാണ് ഒരു ന്യൂട്രി കോസ്മെറ്റിക് പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുക. എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ രക്തത്തിനെ ശുദ്ധിയാക്കാൻ സഹായിക്കുന്നു, നമ്മുടെ കരളിനെ ശുദ്ധിയാക്കാൻ സഹായിക്കുന്നു. രക്തത്തിനെയും കരളിനെയും ശുദ്ധിയാക്കുമ്പോൾ നമ്മളുടെ സ്കിന്ന് ചെറുപ്പമായിട്ട് മാറും. ആ സ്കിന്നിനെ ചെറുപ്പമായിട്ട് മാറാൻ സഹായിക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് കാശ്മീരി കുങ്കുമപ്പൂ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആന്റി ഇൻഫ്ലാമേറ്ററി ആണ്. മോയ്സ്ചർ കണ്ടന്റ് സ്കിന്നിൽ നിലനിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. ഇതിനോടൊപ്പം നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്കിന്നിനെ നല്ല തിളക്കമുള്ളതാക്കാനും അതിനെ ഒരു ഡൾനെസ് മാറി ഒരു ബ്രൈറ്റ്നെസ് ഉള്ളതാക്കാനും ഒക്കെ ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറുത്ത പാടുകൾ കുറയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കറുത്ത മുന്തിരിയുടെ കുരുവിൽ നിന്നുള്ള എക്സ്ട്രാക്ട്, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സ്കിന്നിന് ഈർപ്പം നിലനിർത്താനായിട്ടും എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ നിറം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. കോജിക് ആസിഡ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സൺ ഡാമേജിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഒരുപാട് വാരി തേക്കേണ്ട ആവശ്യമില്ല. ഇന്റേണലി തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇരട്ടി മധുരം ലിക്രൈസ് എക്സ്ട്രാക്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓയിൽ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറുത്ത പാടുകൾ കുറയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് ലുട്ടീൻ എക്സ്ട്രാക്ട്, ജമന്തിയിൽ നിന്നുള്ള സത്ത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്, നമ്മുടെ ഇൻഗ്രീഡിയന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്കിന്ന് ടൈറ്റ് ആവാനൊക്കെ ആയിട്ട് പലരും പോയിട്ട് സർജറി ഒക്കെ ചെയ്യുന്ന കാലമാണ്. ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കിയിട്ടാണ് ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഗ്ലോ കഴിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. എലാസ്റ്റിസിറ്റി നിലനിർത്തും. അതേപോലെ തന്നെ നാച്ചുറൽ കോൺസ്റ്റം ക്യൂട്ടൻ, ഇത് നമ്മുടെ സ്കിന്നിന് നല്ല എനർജി കിട്ടാനായിട്ട്, ഒരു യങ് ലുക്ക് കിട്ടാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എന്തൊക്കെ ഗുണം? സ്കിന്നിനെ നല്ല തിളക്കമുള്ളതാക്കാം, ചെറുപ്പമാക്കാം, കറുത്ത പാടുകള്, ബ്ലെമിഷസ്, റിങ്കിൾസ്, കോംപ്ലക്ഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കരളിനെയും രക്തത്തിനെയും ശുദ്ധിയാക്കി നിർത്താനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കേണ്ടത് ഒരു സാഷറ്റ് ഭക്ഷണം കഴിച്ച് 15 മിനിറ്റിന് ശേഷമാണ്. പരമാവധി 2 സാഷറ്റ് ഒരു ദിവസം കഴിക്കാം. എത്ര കാലം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലും യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. ഏതെങ്കിലും കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാം. മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇതുണ്ടാക്കില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ട് എന്ന് ചിന്തിക്കുന്ന കോസ്മെറ്റിക് പ്രൊഡക്ട്സ് പോലും അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും 1% ചാൻസ് ടു ക്യാൻസർ. നിങ്ങൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി പൊതുവേ. എന്നാൽ 100% നിങ്ങളുടെ സ്കിന്നിന് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്, ഐ കെയർ. ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത്. 35 വയസ്സിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇന്ന് 35-ന് താഴെയും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സ്ട്രെസ്, PCOD, ഹൈപ്പർ തൈറോയിഡിസം, അമിതവണ്ണം, BP, ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളാണ്. ഒന്ന് ഹോർമോൺ ഇഷ്യൂസ്. 80% പേര് ഹോർമോൺ പ്രോബ്ലംസ്, PCOD, PCOS, സിസ്റ്റ്, പീരീഡ് ഇറഗുലാരിറ്റീസ് തുടങ്ങി തൈറോയിഡ് ഇഷ്യൂസ് തുടങ്ങി ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകൾ. 80%. 68%-ലധികം സ്ത്രീകൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മസിൽ ആൻഡ് ജോയിന്റ് പ്രോബ്ലം. 42%-ലധികം സ്ത്രീകൾ മാനസിക സമ്മർദ്ദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇതില് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, 65%-ലധികം സ്ത്രീകളും ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. ഇതിനെ 3 എണ്ണത്തിനെയും ഒരുമിച്ച് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡ് പ്രൊഡക്റ്റ്. ഇതിൽ മെയിൻ കണ്ടന്റ് മഞ്ഞളിൽ നിന്നുള്ള കുർക്കുമിൻ, അതുപോലെ തന്നെ കുന്തിരിക്കത്തിൽ നിന്നുള്ള എക്സ്ട്രാക്ട്, തകരം, വെലേറിയൻ എന്ന് പറയുന്നത് തകരത്തിൽ നിന്നുള്ള സത്ത്, അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഹെർബ്സ് എന്നറിയപ്പെടുന്ന ശതാവരി. സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ലെവൽസ് കുറഞ്ഞു വരും. ഈസ്ട്രോജൻ ലെവൽസ് കുറഞ്ഞു വരുന്ന സമയത്ത് അവർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ പീരീഡ് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ടാവും, അവർക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടാവും, ഭയങ്കര ഡൾ ആവുന്നുണ്ടാവും, മൂഡ് സ്വിങ്, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട്
പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഐ കെയർ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ഇതിനകത്ത് കാശ്മീരി കുങ്കുമപ്പൂവുണ്ട്, പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള മുള്ളാത്ത ഉപയോഗിച്ചിട്ടുണ്ട്, പീച്ച് ഫ്രൂട്ട് ഉണ്ട്, കറുത്ത എള്ളിൽ നിന്നുള്ള സത്ത് ഇതിനകത്തുണ്ട്, കരിനൊച്ചി വിനാക്സ്നാക്ക് ഉണ്ടോ എന്ന് പറയുന്ന സത്തുണ്ട്. അതേപോലെ തന്നെ എല്ലുകളെയും പല്ലുകളെയും ബലപ്പെടുത്താൻ പറ്റുന്ന ചങ്ങലം പരണ്ട സിസസ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബ്രെയിനിനെ ശക്തിപ്പെടുത്താനും സപ്പോർട്ട് ചെയ്യുന്ന ബ്രഹ്മിയുണ്ട്. കംപ്ലീറ്റ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന നെല്ലിക്ക ഇതിനകത്തുണ്ട്. അലോവേരയുണ്ട്, സ്കിന്നിന് നല്ലതാണ്, മസിൽ ആൻഡ് ജോയിന്റ്സിന് വളരെ നല്ലതാണ്. എല്ലുകളുടെ തേയ്മാനത്തിനൊക്കെ ഈ കരിനൊച്ചി എന്ന് പറയുന്നത് ബെസ്റ്റ്, ജോയിന്റ് ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് കരിനൊച്ചി എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ കിട്ടുക? ഇതൊരു 30 മില്ലി രാവിലെയും 30 മില്ലി വൈകിട്ടും ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ഈക്വൽ ക്വാണ്ടിറ്റി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി 30 മില്ലി എടുത്ത് 30 മില്ലി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നത്. അപ്പൊ എന്തൊക്കെ പ്രോബ്ലത്തിന് ഉപയോഗിക്കാം? PCOD, PCOS, സിസ്റ്റ് പോലെയുള്ള പ്രോബ്ലങ്ങൾക്ക്, പീരീഡ് ഇറഗുലാരിറ്റീസിന്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ഉള്ളവർക്ക്, ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നവർക്ക്, മസിൽ ആൻഡ് ജോയിന്റ് പ്രോബ്ലംസ് ഉള്ളവർക്ക്, മാനസികമായിട്ടുള്ള പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക്, സൗന്ദര്യം ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സ്കിൻ ചെറുപ്പമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ എന്തൊക്കെ കിട്ടും? നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആവും. ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ്, അലർജി പ്രോബ്ലംസ്, രക്തം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ദഹന പ്രശ്നങ്ങൾ, ലിവർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കംപ്ലീറ്റ് കെയർ നോക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഫോർ ലേഡീസ്. നമ്മുടെ അമ്മമാർക്കും ഭാര്യയ്ക്കും സഹോദരിമാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. പ്രമേഹമുള്ളവർക്ക് കഴിക്കാം, ഏത് ഏജ് കാറ്റഗറിക്കാം, ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്കാം. എന്താണ്, പൊതുവെ 35 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, പീരീഡ് ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഭക്ഷണത്തിന് മുന്നാണ് കഴിക്കേണ്ടത്. ഈക്വൽ ക്വാണ്ടിറ്റി ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിക്കാം. പ്രഗ്നൻസിയിൽ മാത്രം ഐ കെയർ ഒരു നിങ്ങളുടെ ഒരു ഫിസിഷ്യന്റെ അഡ്വൈസോട് കൂടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനിലും ഇത് കഴിക്കാം. ഓക്കെ, ആൻഡ് വി ഹാവ് വൺ മോർ പ്രൊഡക്റ്റ്. ഞാൻ സ്ലൈഡ് ക്ലോസ് ചെയ്യാണ്, പക്ഷെ നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഒരു 2 മിനിറ്റ്സ് കൊണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിന്റെ പേര് iDual എന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iDual. പ്രധാനമായിട്ടും 4 മേജർ ഫങ്ഷൻസ് ചെയ്യുന്ന 4 കണ്ടന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. 4 ജെൽ ഫോർമാറ്റിൽ, ഒരു ജെല്ലി മിഠായി രൂപത്തിലാണ് അതുള്ളത്. ഓരോ ബോക്സും 30 ജെല്ലീസ് ആണുള്ളത്. അങ്ങനത്തെ 4 ടൈപ്പ്, മൊത്തം 120 ജെല്ലീസ് ആണ് ഒരു iDual ബോക്സിന്റെ അകത്ത് ഉണ്ടാവുക. അതിൽ ആദ്യത്തത് നമ്മളുടെ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും, നമ്മളുടെ ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും, അലേർട്ട്നെസ്സും എൻഡുറൻസും കൂട്ടാനും ബ്രെയിൻ ഗമ്മീസ് നമ്മളെ സഹായിക്കും. ബ്രെയിൻ ഗമ്മീസ് കഴിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ, നോട്ട് ചെയ്തോളൂ, രാവിലെ എഴുന്നേറ്റ ഉടനെയാണ്. രണ്ടാമത്തത് കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒപ്താ ഗമ്മീസ് ആണ്. ഒപ്താ ഗമ്മീസ് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകളുടെ ആരോഗ്യം, ടോട്ടൽ കെയർ ആണ്. അതിനകത്ത് ലുട്ടീൻ കണ്ടന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ലുട്ടീൻ എന്ന് പറയുന്ന കണ്ടന്റ് സ്കിന്നിന് നല്ലതാണ്. പക്ഷെ അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനാണ്. കണ്ണിന്റെ സ്ട്രെസ്, ഉള്ളിലുള്ള സ്ട്രെസ് ലെവൽസ്, ഗ്ലൂക്കോമ പോലെയുള്ള കണ്ടീഷൻസ്, കണ്ണിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പ്രഷർ ബാലൻസ് ചെയ്യാനായിട്ട്, കണ്ണിലുള്ള ഇറിറ്റേഷൻസ് കുറയ്ക്കാനായിട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂ റൈസ്, അതായത് മൊബൈൽ, ലാപ്ടോപ്പ്, ഇന്ന് ഒരുപാട് ബ്ലൂ റൈസിന്റെ എഫക്ട് നമ്മുടെ കണ്ണിനുണ്ട്. അതിന്റെ എഫക്റ്റിൽ നിന്ന് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ ഒരു ഇത് കഴിക്കേണ്ടത് along with ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ കൂടെ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് എന്ത് ചെയ്യണം? കണ്ണിനുള്ളത് ഗമ്മീസ് കഴിക്കണം, ഒക്താ ഗമ്മീസ്. ആൻഡ് മൂന്നാമത്തത് നമ്മളുടെ കുടലിന് വേണ്ടിയുള്ളതാണ്, ഗട്ട്. നമ്മളുടെ ദഹന വ്യവസ്ഥ ആണ് ഗട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ക്ലീൻ ആക്കണം. ഗട്ടിന്റെ ഉള്ളില് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ഇതിനെ പ്രോപ്പറായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കണം. ഡൈജഷൻ കറക്റ്റ് ചെയ്യണം, മെറ്റബോളിസം ബാലൻസ് ചെയ്യണം.
അപ്പോൾ വളരെ ഫാസ്റ്റ് നമ്മുടെ ദഹനം കറക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, കുടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മളെ ഇന്ന് ആണുങ്ങളിൽ മാത്രമല്ല പെണ്ണുങ്ങളിലും ഉണ്ട്, ആണുങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്ന ഒരു ക്യാൻസർ എന്ന് കുടലിലെ ക്യാൻസറാണ്. നമ്മളെ വളരെ ഹൈ ലെവലിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐഡിയൽ ഗട്ട് ഗമ്മീസ്. ആൻഡ് ഫൈനലി ഈ ഒരു ഇത് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നാണ്. ഉച്ചഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നും കഴിക്കാം, അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നായിട്ടോ കഴിക്കാം. ബിഫോർ ഫുഡാണ്, ഹാഫ് ആൻ അവർ ബിഫോർ ഫുഡാണ് ഗട്ടിനുള്ളത് നമ്മൾ കഴിക്കേണ്ടത്. ആൻഡ് ഫൈനലി നമ്മളുടെ കരളിനുള്ളതാണ് ഹെപ്പറ്റോഗമ്മീസ്. ഇതെന്തിനാ സഹായിക്കുക? നമ്മുടെ കരളിനെ ഡീടോക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെയും നോൺ ആൽക്കഹോളിക് ലിവർ സ്റ്റിറോസിസ് പോലെയുള്ള പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യാതിരിക്കാൻ, നമ്മുടെ ലിവറിനെ സംരക്ഷിക്കാൻ, അതിന്റെ അരിക്കുന്ന സ്വഭാവം മെച്ചപ്പെടുത്താൻ, അതിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഗമ്മിയാണ് നമ്മുടെ ഐഡിയൽ ഹെപ്പറ്റോഗമ്മീസ് എന്ന് പറയുന്നത്. ഇത് കഴിക്കേണ്ടത് കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുന്നാണ്. നിങ്ങൾ ഉറങ്ങാൻ പോണതിന് തൊട്ടു മുന്നാണ് ഈ സാധനം കഴിക്കേണ്ടത്. അപ്പോൾ ഐഡിയൽ ഗമ്മീസ് 4 ടൈപ്പാണുള്ളത്. ബ്രെയിനിനുള്ളത് രാവിലെ എഴുന്നേറ്റ ഉടനെ, കണ്ണിനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കഴിക്കുന്നതിന് തൊട്ടു മുന്നേ, മൂന്നാമത്തത് ഗട്ടിനുള്ളത് കുടലിനുള്ളത് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ, രാത്രിയിലത്തെ ഭക്ഷണത്തിനാവാം അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ. ആൻഡ് ഫൈനലി നമ്മളുടെ കരളിനുള്ളത് രാത്രിയിലത്തെ ഉറക്കത്തിന് തൊട്ടു മുന്നായിട്ട്. അപ്പൊ ഈ സപ്ലിമെന്റ്സ്, നമ്മളിപ്പോ പറഞ്ഞ എല്ലാ സപ്ലിമെന്റ്സും നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കാനാണ്. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വരാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതൊരു പ്രോസസ്സാണ്. അപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എത്ര കാലമാണ് സപ്ലിമെന്റ് കഴിക്കുന്നത്? അതിന് ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത്, സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാതെ വരുന്നതിന് നിങ്ങൾക്ക് തരുന്നതാണ്. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സ് ആണ് എത്ര കാലം കഴിക്കണം. ഇറ്റ്സ് യുവർ ചോയ്സ്. ഇനി എത്ര കാലം കഴിച്ചാൽ എനിക്ക് ഗുണം കിട്ടും? ഞാൻ പറയും, ഏറ്റവും കുറഞ്ഞത് ഒരു 120 ദിവസമെങ്കിലും മിനിമം കഴിക്കണം നിങ്ങളിത് കഴിക്കാനാണെങ്കിൽ. വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഈ പ്രൊഡക്ട്സ് കഴിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ഒരു 6 മാസമെങ്കിലും കഴിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. വൺസ് നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ഒരു 6 മാസമൊക്കെ കണ്ടിന്യൂസ് കഴിച്ചതിന് ശേഷം പിന്നീട് ഒരു ഗ്യാപ്പ് എടുക്കുക. അതിനുശേഷം വർഷത്തിൽ ഒരു 1-2 മാസം നിങ്ങൾ ഇത് കഴിക്കുന്നത് നിങ്ങളുടെ ലോങ്ങിവിറ്റിക്ക്, ചെറുപ്പമായിട്ടിരിക്കാനും ഉള്ളിലുള്ള അവയവങ്ങളെയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും ആ പഴയ രോഗാവസ്ഥകൾ തിരിച്ചു വരാതിരിക്കാനും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ജീവിതശൈലി വെൽനസ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ചോയ്സാണ്. ഇറ്റ്സ് അവർ ചോയ്സ്. ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതും ചെലവ് കുറഞ്ഞതുമാണ് അസുഖം വരാതിരിക്കാനായിട്ട് നോക്കുന്നതും ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതും. സോ എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ. വളരെ ഹാപ്പി ആയിട്ടുള്ള, സന്തോഷത്തോടെയുള്ള, വളരെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും